അമ്മാതിരി ആറ്റം ബോംബാണ് ഇറക്കി വെച്ചേക്കണത്. ഒരു രക്ഷയില്ല. പടം നിന്ന് കത്തണ്. മമ്മൂട്ടിയുടെ ഏറ്റവും ലാസ്റ്റിലത്തെ ക്ലൈമാക്സിലെ പെർഫോമൻസ്, അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഡ്രസ്സിങ് ഒക്കെ ഒന്നും പറയാനില്ല. നമ്മളെ യൂത്തന്മാരെ മാറി കൊടുത്താലേ പറ്റുള്ളൂ, നിന്നാലേ പറ്റുള്ളൂ. അമ്മാതിരി BGM സാധനം എടുത്ത് വെച്ചേക്കണത്. വേറെ ലെവല് പടം. സൂപ്പർ, അടിപൊളി, ഗംഭീരം. ഒരു രക്ഷയില്ല. അവസാനത്തെ അരമണിക്കൂർ പറഞ്ഞറിയിക്കാൻ പറ്റും. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആവാട്ടണ്ണൻ്റെ ഒരു എൻട്രി ഉണ്ട്. പുള്ളിയുടെ ഒരു എൻട്രി ഗൂസ്ബംസ് ആയിരുന്നു. ഓൾറെഡി കോടി തരിച്ചു പോയി. തിയേറ്ററിൽ ഇരുന്ന് എനിക്ക് ഭയങ്കര രോമാഞ്ചമായിരുന്നു. ആവാട്ടണ്ണ അത് പെർഫെക്റ്റ് ആയിട്ട് പുള്ളിയുടെ എൻട്രി. സൂപ്പർ സിനിമ. സെക്കൻഡ് ഹാഫ് കിടിലം. അവസാനം ഒരു രക്ഷയില്ല. സൂപ്പർ പടം. ഒന്നും പറയാനില്ല, ഒന്നും പറയില്ല. കിടിലം പടമാണ്. ഡീനോട് എന്നാ പടം മങ്ങി വെച്ചേക്കണേ. പടം ഒരു രക്ഷയില്ല ബ്രോ. തകർത്തണം. റൊമാൻറ്റിഫിക്കേഷൻ സൂപ്പർ. അടിപൊളി. ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് സീനായിരുന്നു. ക്ലൈമാക്സ് വെച്ച് ട്വിസ്റ്റ് ആയിരുന്നു. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ പൊളി പടം തന്നെ പൊളി. അടിപൊളി പടം. ഇതുപോലെ ഒരു പടം ഇനി ഇറങ്ങാനില്ല. ഈ അടിപൊളി പടമായിരുന്നു. സൂപ്പറായിരുന്നു. പടം മലയാള സിനിമയില്, ഇന്ത്യൻ സിനിമയില് ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകർ കൊണ്ടുവന്ന മമ്മൂക്കയാണ്. വീണ്ടും ഒരാളെ മലയാള സിനിമയ്ക്ക് മലയാളികൾക്കായി സമ്മാനിച്ചിരിക്കുകയാണ്. പടം മാരണമാസ് പടം. മമ്മൂക്ക എന്ന് വെച്ചാൽ എന്റെ അമ്മ എന്തൊരു സ്റ്റൈലിഷ് വാങ്ങി മനുഷ്യൻ. എന്താണിത്? ഒരു രക്ഷയില്ല പടം. കിടിലം പടം. അതുപോലെ തന്നെ ഡയറക്ഷൻ ഒരു രക്ഷയില്ല. ഡീനോ സൂപ്പർ ആയിട്ടുണ്ട്. മ്യൂസിക് അടിപൊളി. അതുപോലെ ക്ലൈമാക്സ് എന്റെ പൊന്നെ, ഇതുപോലെയൊക്കെ ക്ലൈമാക്സ് കണ്ടിട്ടില്ല. മാസീവ്. മമ്മൂക്കയുടെ പോയിന്റ് തിരിച്ചുവരവ് 100 കോടി ഉറപ്പിച്ച് വിഷു തൂക്കി. ക്ലാസ് പടം, ക്ലാസ്. എന്റെ അമ്മയെ ഇങ്ങനെ ഒരു പടം. ഫസ്റ്റ് ഹാഫില് നൈസ് ഒരു ക്ലൈമാക്സ്. സെക്കൻഡ് ഹാഫ് വന്ന് സെക്കൻഡ് ഹാഫ് ഗ്രാഫ് അങ്ങ് പോവാണ്. ഭയങ്കര മാസീവ് പടം. മമ്മൂക്കയുടെ ക്ലൈമാക്സ് ഒക്കെ കണ്ട എന്റെ അമ്മ ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല. വിഷു തൂക്കി 100 കോടി. സംശയമില്ലാത്ത കേസല്ലേ. 100 കോടിയോ ഒന്നും നമുക്ക് വേണ്ട. ഈ പടം വിജയം, അതാണ് നമുക്ക് ആവശ്യം. വിജയിച്ചെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലെന്നുള്ളേ. ക്ലൈമാക്സ് ഒക്കെ ഉണ്ടല്ല, നമ്മളെ രോമാഞ്ചം കൊണ്ട് നമ്മൾ എണീറ്റ് നിന്ന് കൈയടിക്കുക. അത്രയ്ക്ക് ക്ലൈമാക്സ്. അദ്ദേഹത്തിന് ഇതേപോലത്തെ ഒരു അഭിനയം നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടല്ല, അദ്ദേഹത്തിന്റെ പല അഭിനയങ്ങളും കണ്ടിട്ടുണ്ട്. ഇതിലെ ഈ ബസൂക്ക എന്ന സിനിമയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റിന്റെ ആ അഭിനയം തന്നെയാണ് അദ്ദേഹത്തിന്റെ മെയിൻ. ഒരു രക്ഷയില്ല. അപ്പോൾ ക്ലൈമാക്സ് അതിൽ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴും. അത് പോണില്ല കണ്ടിന്ന്. ഭയങ്കര അഭിനയം. ക്ലൈമാക്സ് പൊളിച്ചടിക്ക്. ഇതുവരെ കാണാത്ത മമ്മൂക്ക. ക്ലൈമാക്സ് അരമണിക്കൂർ ഒന്നും പറയാനില്ല. അടിച്ച് പൊളിച്ച്. ഹൈപ്പ് കൊടുക്കണ്ട, പബ്ലിസിറ്റി കൊടുക്കണ്ട, പോസ്റ്റർ പോലും വേണ്ട, ടീസർ വേണ്ട, ട്രെയിലർ വേണ്ട. ജനങ്ങളോട് ഞങ്ങൾക്ക് മമ്മൂക്ക ആരാധകരായിട്ടുള്ള ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് വന്ന് കാണുക. നിങ്ങൾ ഞെട്ടിയിരിക്കും. അമ്മാതിരി സാധനമാണ് നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. അത്ര മാത്രം ചെയ്തിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണെന്ന് ഇപ്പം മനസ്സിലായി. അത്ര സൂപ്പർ സിനിമ. പടം വളരെ നല്ല പടമാണ്. കാണേണ്ട പടമാണ്. ഇടയ്ക്ക് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇവിടെ എല്ലാ പടത്തിലും ഉണ്ടല്ലോ. പക്ഷെ ലാസ്റ്റ് അരമണിക്കൂർ മമ്മൂക്ക അങ്ങ് ആറാടുകയാണ്. പുള്ളിയെ കാണണം. ഇത് കണ്ടില്ലെങ്കിൽ മമ്മൂക്കയുടെ പടം വേറെ ഒരു പടത്തെക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള പടമാണ്. നന്നായിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ പോയി. അവസാനത്തെ 30 മിനിറ്റ്സ് ക്രൂഷ്യലായിരുന്നു. മമ്മൂട്ടിയുടെ മാസീവ് അഭിനയം. നമ്മ പേസക്കൂടാതെ നമ്മുടെ പടം താൻ പേസണം. സൂപ്പർ പടം. മലയാളത്തിന്റെ ഒരേ ഒരു മമ്മൂക്ക, അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അവസാനത്തെ ഒരു 20 മിനിറ്റ് ഒരു രക്ഷയില്ല. ആവാട്ടണ്ണന്റെ ഒരു എൻട്രി ഉണ്ട്. എന്റെ പൊന്നോ, ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല. ആവാട്ടണ്ണ കൊണ്ടുപോയി തിയേറ്റർ. ആവാട്ടണ്ണന്റെ ഒരൊറ്റ ഹെൽമെറ്റ് മാറ്റുമ്പോൾ ഒരു സീനുണ്ടല്ലോ. തിയേറ്ററുള്ള ഇളവി മറിയുന്നു. സത്യം പറയാതെ തിയേറ്റർ പൂരെ പോകുമ്പോൾ ആവാട്ടണ്ണന്റെ ഒരു എൻട്രി വൺ ഹിറ്റാവാൻ. ആ ഒരു സീക്വൻസ് തന്നെ ധാരാളം. സിനിമ എന്തുകൊണ്ട് വൺ ഹിറ്റാവും എന്നൊരു യാതൊരു സംശയമില്ല. പറയാൻ വാക്കുകളില്ല. ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം, ലോക സിനിമയുടെ അഭിമാന്യ ഘടകം, ദ റിയൽ മെഗാസ്റ്റാർ, ദ മമ്മൂട്ടി, ദ അമേസിംഗ് സ്റ്റാർ. നേർക്ക് പകരം വെക്കാൻ ആരുമില്ല. ദ റിയൽ പവർ മെഗാസ്റ്റാർ. ഇങ്ങനെ അഴിഞ്ഞാടുകയാണ്, ആറാടി തിമിർക്കുകയാണ്. മലയാള സിനിമയിൽ, ലോക സിനിമയുടെ നിറകയിൽ എല്ലാ വേഷങ്ങളും, ചെയ്യാത്ത വേഷങ്ങളില്ല. എല്ലാം തകർത്താടി ഉന്മാദിച്ച് അർമാദിക്കുകയാണ്. I love you, മമ്മൂക്ക.